നമസ്കാരം. ഹിന്ദു ഭക്തിഗാനം പാടിയതിൻ്റെ പേരിൽ ഗായിക ലഞ്ജിത ചക്രവർത്തിക്ക് നേരെ പശ്ചിമ ബംഗാളിൽ ആക്രമണം. മേദിനിപൂരിലെ ഭഗവൻപൂരിൽ പ്രദേശത്തായിരുന്നു സംഭവം. ഒരു സ്വകാര്യ സ്കൂളിൽ നടന്ന ഒരു ലൈവ് പെർഫോമൻസിനിടെയായിരുന്നു ആക്രമണം നടന്നത്. ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരാൾ അറസ്റ്റിലായിരിക്കുകയാണ്. സൗത്ത് പോയിന്റ് പബ്ലിക് സ്കൂളിലെ പരിപാടിക്കിടെയായിരുന്നു സംഭവം. വൈകുന്നേരം 7 മണിക്കാണ് പരിപാടി ആരംഭിച്ചത്. 3/4 മണിക്കൂറോളം വളരെ സുഗമമായിട്ടാണ് പരിപാടി നടന്നത്. ആദ്യ 3 ഗാനങ്ങൾക്കും വലിയ അനുമോദനമാണ് സദസ്സിൽ നിന്നും ഉണ്ടായത്. 7ാമത്തെ ഗാനം പാടി തീർന്ന ശേഷം ചെറിയ തടസ്സങ്ങളുണ്ടായി. അതിനുശേഷം 8ാമത്തെ ഗാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സാധാരണയായി കലാകാരന്മാർ ചെയ്യുന്നത് പോലെ ഗായികയും പ്രേക്ഷകരോട് സംസാരിച്ചിരിക്കുകയായിരുന്നു. ആ സംസാരിച്ചിരിക്കുന്നതിനിടയിലാണ് ഒരാൾ കടന്നു വരികയും സ്റ്റേജിലേക്ക് ആക്രോശിച്ചുകൊണ്ട് കയറി വരികയും ചെയ്തത്. 7ാമത്തെ ഗാനമായ ദേബി ചൗധരാനി എന്ന ചിത്രത്തിലെ ജാഗോമ പാടിയപ്പോഴായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ ദുർഗാ പൂജയ്ക്കിടയിലാണ് ഈ ഗാനം റിലീസ് ചെയ്തത്. ഇയാൾ നേരെ വേദിയിലേക്ക് കടന്നു വരികയും ഗായികയെ ആക്രമിക്കുവാനായിട്ട് ശ്രമം നടത്തുകയാണ് ചെയ്തത്. ലഗ്നിത അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും വേദിയിലേക്ക് കയറി വന്ന സംഘാടകരിൽ ചിലരാണ് ഇദ്ദേഹത്തെ പിടിച്ചു മാറ്റിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വലിയ ആക്രമണങ്ങളാണ് ഇദ്ദേഹം, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ഇതുമായി ബന്ധപ്പെട്ടും ഇതിന് മുന്നേയും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അവിടുത്തെ SIRുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടലെടുത്തപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ആക്രമണ ശ്രമങ്ങൾ അവിടുത്തെ ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടായി. എന്നാൽ അതെല്ലാം തന്നെ വലിയ പ്രശ്നങ്ങളായിട്ട് മാറിയില്ല. വലിയ പിന്തുണയാണ് ഇതുമായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാളിലെ തൃണമൂൽ സർക്കാർ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെന്ന് വിളിക്കപ്പെടുന്നു. എന്നാൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളല്ല യഥാർത്ഥത്തിൽ. നുഴഞ്ഞുകയറ്റക്കാരുടെ ഒക്കെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1.5 കോടിയിലധികം ആൾക്കാർ, ബംഗ്ലാദേശികളായിട്ടുള്ള ആൾക്കാർ തന്നെ പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ പിന്തുണ ഇത്തരത്തിലുള്ള ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് അവിടെ ഉണ്ട്. അവിടെ ദുർഗാപൂജ നടക്കുന്നതിനിടയിലുള്ള ഘോഷയാത്രകൾ സംഘടിപ്പിക്കുന്നതിന് പോലും മമതാ സർക്കാരിൻ്റെ വിലക്കുണ്ടായിരുന്നു. ശ്രീരാമജപം നടത്തുന്നതിന്, ശ്രീരാമജയം വിളിക്കുന്നതിന് വലിയ വിലക്കുണ്ടായിരുന്നു പശ്ചിമ ബംഗാളിൽ. ഇത്തരത്തിൽ മമതാ സർക്കാരിൻ്റെ ഒക്കെ പിന്തുണയും ഒത്താശയും ഇത്തരം കലാപകാരികൾക്ക് ഉണ്ട് എന്നതാണ് അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ധൈര്യം. മുൻ സൂചിപ്പിച്ചതൊക്കെ പോലെ സന്ദേശ് ഖലി പോലുള്ള ഇടങ്ങളിൽ ഷെയ്ഖ് ഷാജഹാൻ ഉൾപ്പെടെയുള്ള ഭീകരവാദികൾ ഹിന്ദു സ്ത്രീകളെ കൂട്ടമായി ബലാത്സംഗം ചെയ്യുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ പോലും ഷെയ്ഖ് ഷാജഹാനെ പോലുള്ള ഭീകരവാദികളെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് മമതാ സർക്കാർ തയ്യാറായില്ല. അവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ഷെയ്ഖ് ഷാജഹാൻ. അയാൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിലെ തന്നെ ദൃക്സാക്ഷിയെ തന്നെ കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ മകൻ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെടുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിലൊന്നും വലിയ രീതിയിലുള്ള അത്ഭുതങ്ങൾ നമുക്ക് കാണുവാൻ കഴിയില്ല. കാരണം വലിയ സമ്പൂർണമായ പിന്തുണയാണ് തൃണമൂൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇവർക്കുണ്ട്. ഏകദേശം 2-2.5 മാസം കഴിയുമ്പോൾ അവിടെ പശ്ചിമ ബംഗാളിൽ ഇലക്ഷനാണ്. അപ്പോൾ അതിനിടയിലാണ് വലിയ ന്യൂനപക്ഷ വോട്ട് ബാങ്കുകൾ സമാഹരിക്കുന്നതിന് വേണ്ടി കൂടി ഇത്തരത്തിലുള്ള വലിയ പിന്തുണ അവിടുത്തെ ന്യൂനപക്ഷത്തിലുള്ള തീവ്രവാദികളായിട്ടുള്ള ആൾക്കാർക്ക് ലഭിക്കുന്നത്. മൈക്രോഫോൺ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇയാൾ കുറച്ച് അകലെ പോയി നിന്ന് ഉണ്ടാക്കുന്ന ബഹളങ്ങളും ഇതിലൂടെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ആക്രോശങ്ങളാണ് ഗായിക ലഞ്ജിത ചക്രവർത്തിക്ക് നേരെ ഉണ്ടായത്. അതായത് ഇത്തരത്തിലുള്ള ഭക്തിഗാനങ്ങളുമായിട്ട് ഇനി മേലിൽ വരണ്ട, ജാഗോമ എന്നാണ് പറയുന്നത്, കടന്നു പോകൂ എന്ന തരത്തിലൊക്കെയാണ് ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഹിന്ദു ഭക്തിഗാനങ്ങൾക്ക് നേരെ പോലും ഇത്തരത്തിലുള്ള ഒരു ആക്രോശങ്ങൾ ഉണ്ടാകുന്നത്? ഇവിടെ കേരളത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി വിജയിച്ച UDFൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് മലപ്പുറത്ത് ഇടവണ്ണയിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ഭക്തിഗാനങ്ങൾ മുഴങ്ങിയപ്പോൾ
അതിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന, അതായത് നാട്ടുകാർക്ക് ശല്യമുണ്ടാക്കുന്ന ഭക്തിഗാനങ്ങൾ ഇനി ക്ഷേത്രങ്ങളിൽ മുഴങ്ങിക്കേൾക്കണ്ട എന്ന മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുമുണ്ടായി. അത്തരത്തിൽ ഒരു സാഹചര്യം ഒരുക്കുവാനാണ് ഇന്ത്യ മുന്നണി അടിമുടി ശ്രമം നടത്തുന്നത്. SDPI ഉൾപ്പെടെയുള്ള സംഘടനകളെ താലോലിച്ചുകൊണ്ട്, അവരെ താലത്തിലെടുത്തുകൊണ്ട്, തലയിലെടുത്തുകൊണ്ട് ഇന്ത്യ മുന്നണി മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഇത്തരം ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയോടുകൂടി മാത്രമേ അവർക്ക് മുന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യമുള്ളൂ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഇതിന് ഇന്ത്യ മുന്നണി വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം രാജ്യത്തിലെ പൗരന്മാർ ബധിരന്മാരല്ല, രാജ്യത്തിലെ പൗരന്മാർ ചെവി കേട്ടുകൂടാത്ത ബുദ്ധിസ്ഥിരതയില്ലാത്തവരല്ല, അവർ നിങ്ങളെ കാണുന്നുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് എന്നാണ് സത്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇന്ത്യ മുന്നണിക്ക് നേരെ ഉയർന്നു കേൾക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.